നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ പാലക്കാട് CPI പോര് രൂക്ഷം. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നാലാം കിട രാഷ്ട്രീയക്കാരനെ പോലെയാണ് പെരുമാറുന്നതെന്ന് മുൻ MP-യും CPI പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ S. അജയ്കുമാർ. എന്നാൽ അജയ്കുമാറിന് മാനസിക വിഭ്രാന്തിയാണെന്ന് തിരിച്ചടിച്ചിരിക്കുകയാണ് CPI പാലക്കാട് ജില്ലാ സെക്രട്ടറി സുമലത മോഹൻദാസ്. കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാനിരിക്കുമ്പോൾ പാലക്കാട് CPI പോര് മുറുകുകയാണ്. ദീർഘകാലമായി CPI പോര് നടന്നുകൊണ്ടിരിക്കുന്ന ഒറ്റപ്പാലത്തെ മണ്ണൂരിൽ കഴിഞ്ഞ ദിവസം നടന്ന പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമ്പോഴാണ് മുൻ MP-യും CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ S. അജയ്കുമാർ CPIക്കെതിരെ ആഞ്ഞടിച്ചത്. ബിനോയ് വിശ്വം ഒരു നാലാം കിട രാഷ്ട്രീയക്കാരനെ പോലെയാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് എന്നും തോറ്റാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം CPM-നും ജയിച്ചാൽ ക്രെഡിറ്റ് മുഴുവൻ CPIക്കുമാണ് എന്നതാണ് സമീപനമെന്നും അജയ്കുമാർ പറഞ്ഞു. ഉത്തരം താങ്ങുന്നത് പല്ലിയാണ് എന്ന പല്ലിയുടെ മാനസികാവസ്ഥയാണ് CPIക്കാർക്കുള്ളത്. കേവലം 5% വോട്ട് മാത്രമേ സംസ്ഥാനത്ത് CPIക്കുള്ളൂ. ഒരു മണ്ഡലത്തിലും ഒറ്റയ്ക്ക് നിന്ന് CPIക്ക് ജയിക്കാനാവില്ല. എവിടെയെങ്കിലും 4 CPIക്കാർ ഉണ്ടെങ്കിൽ 4 ആളുള്ളിടത്ത് 5 സീറ്റ് ചോദിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് CPI എന്നും അജയ്കുമാർ പറഞ്ഞു. തോറ്റാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം CPM-നും ജയിച്ചാൽ അതിന്റെ ക്രെഡിറ്റ് അവകാശപ്പെടുന്നവരുമായ ഒരു പ്രത്യേകതരം സ്വഭാവമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമായി CPI മാറി. ഉത്തരം താങ്ങുന്നത് പല്ലിയാണ് എന്ന പല്ലിയുടെ മാനസികാവസ്ഥയാണ് CPIക്കാർക്കുള്ളത്. കേവലം 5% വോട്ട് മാത്രമാണ് ഈ കേരളത്തിൽ നിങ്ങൾക്കുള്ള ഒരു മണ്ഡലത്തിലും ഒറ്റയ്ക്ക് നിന്ന് ജയിക്കാൻ കെൽപ്പുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല CPI. മുഖ്യമന്ത്രി പിണറായി വിജയനെയും മറ്റു മന്ത്രിമാരെയും വിമർശിക്കുന്ന CPIയുടെ നിയന്ത്രണത്തിലുള്ള വകുപ്പുകൾ പത്തരമാറ്റ് തങ്കമാണോ എന്നും അജയ്കുമാർ ചോദിച്ചു. പിന്നാലെ അജയ്കുമാറിന് മാനസിക വിഭ്രാന്തിയാണെന്നും CPM നിലയ്ക്ക് നിർത്തണമെന്നും CPI ജില്ലാ സെക്രട്ടറി സുമലത മോഹൻദാസ് തിരിച്ചടിച്ചു. ബിനോയ് വിശ്വം രാജ്യത്ത് അറിയപ്പെടുന്ന നേതാവാണ്. 100 വർഷം പാരമ്പര്യമുള്ളത് CPIക്കാണ്. ആ പാരമ്പര്യം CPM-ന് പറയാൻ കഴിയില്ലല്ലോ എന്നും പ്രാദേശിക പ്രശ്നത്തിന് സംസ്ഥാന സെക്രട്ടറിയെ അപമാനിച്ച് സംസാരിച്ചത് നിലവാരമില്ലായ്മയാണെന്നും സുമലത പറഞ്ഞു. അത് സഖാവ് അജയ്കുമാറിനെ തിരുത്തേണ്ടത് CPIM-ന്റെ ജില്ലാ നേതൃത്വമാണ്. ഇത്തരത്തിലുള്ള ഒരു നിലപാടുമായി സഖാവ് അജയ്കുമാർ ഒരിക്കലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തകർക്കുന്ന നിലപാടാണ് ആ ഒരു പ്രസ്താവനയിലൂടെ ഇറക്കിയിട്ടുള്ളത്. വളരെ നിലവാരം കുറഞ്ഞ ഭാഷയാണ് അദ്ദേഹം ഉപയോഗിച്ചത്. ഞാൻ ഇന്ന് പത്രത്തിൽ കണ്ടപ്പോഴാണ് ഇന്നലെ നടന്ന ഒരു അനുസ്മരണ യോഗത്തിലാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തിയത്. അദ്ദേഹം 2 തവണ MP ആയിരുന്നു. അജയ്കുമാർ എന്ന് പറയുന്ന സഖാവ് 2 തവണ MP ആയത് CPIയുടെ വോട്ട് കൂടി വാങ്ങിയിട്ടാണ് എന്നുള്ളത് മറക്കരുത്. അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു മാനസിക വിഭ്രാന്തിയുണ്ട്. അത് അദ്ദേഹം CPIM-ന്റെ ജില്ലാ നേതൃത്വമാണ് അതിനെ തടയിടേണ്ടത് എന്നുള്ളതാണ് പറയാൻ. വിഷയം LDF യോഗത്തിൽ ഉന്നയിക്കുമെന്നും CPI ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കി. അതേസമയം വിഷയത്തിൽ പ്രതികരിക്കാൻ CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു തയ്യാറായിട്ടില്ല. ജനം, പാലക്കാട്.